ഗോവിന്ദച്ചാമിക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന് ക്രൈം ബ്രാഞ്ച്. ഇപ്പം അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ ഒറ്റ സംശയം, ഇപ്പം ഈ അൻവർ MLA സാറ് പറഞ്ഞതിൽ വിട്ടുപോയതായ ചെറിയ സംശയങ്ങളാണ്. അതായത് ഇപ്പോൾ അയാൾ ഭക്ഷണം ചിക്കൻ ബിരിയാണി കിട്ടാന്നിട്ട് ഭയങ്കര വിഷയമുണ്ടായി. വിഷയം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും അയാൾക്ക് ഭയങ്കരമായിട്ട് വയലൻ്റായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഒരു ദിവസം ചപ്പാത്തിയിലേക്ക് മാത്രം ഒതുങ്ങിയത്. ഏത് പൊട്ടനായാലും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം നമ്മളെ കണ്ടമാനം സിഗരറ്റ് വലിച്ച് അല്ലെങ്കിൽ വെള്ളം കുടിച്ച് മദ്യപാനത്തിന് അടിമയായിട്ടൊക്കെ നടക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നിർത്തി കഴിയുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഇവൻ എന്തായിരിക്കും ഇങ്ങനെ നിർത്തിയത്. അല്ലെങ്കിൽ ഇതൊന്നും ദുശീലം ഇല്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് ഒരു മദ്യപാനം തുടങ്ങുമ്പോൾ ഇവനെന്താ പറ്റി ഇങ്ങനെ കുടിക്കാൻ തുടങ്ങി എങ്ങനെയാണ് നമ്മൾ ഒരു മൈൻഡിൽ തോന്നില്ലേ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെയാണ് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഈ ജയിലിലേക്ക് കയറിപ്പോണ പ്രതി, അതായത് അവരുടെ ഏത് വസ്ത്രം ധരിച്ചാണോ കയറിപ്പോണത് ആ വസ്ത്രം അവിടെ ഊരി വെച്ചിട്ട് അവിടുത്തെ യൂണിഫോം തരുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത്, അതിൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ജയിൽ ചാടണതിന് മുമ്പ് ഈ കറുത്ത പാൻ്റൊക്കെ കയറ്റിയിട്ടിട്ട് ഈ മതിൽ ചാടി പോയി എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ TP വധക്കേസിലൊരു ഗുണ്ടകളുടെ കാര്യമൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അതിന് ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നു, അവർ ഫോട്ടോ എടുക്കുന്നു, യൂണിഫോമിൽ നടക്കുന്നു. അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഈ ഗോവിന്ദസ്വാമിക്ക് എന്തുണ്ടായിട്ടാണ്? അതും ഒരു ചുരുളഴിയാത്ത രഹസ്യമായിട്ട് കിടക്കുന്നു. ഇവർക്ക് എങ്ങനെ കേസ് എങ്ങനെയായാലും അവരുടെ ഇത് ക്ലോസ് ചെയ്ത് അവർ പുസ്തകം കിട്ടി അവരങ്ങ് പോകണം, ആൾക്കാർ കൂട്ടി കിട്ടി അവർക്ക് പോകണം. ആ രീതിയാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ പുള്ളിക്ക് ഇവിടെ എന്തോ പൊളിറ്റിക്കൽ പവറോ എന്തോ പിടുത്തം ഉണ്ടെന്ന് തോന്നുന്നു. ആരോ പുള്ളീനെ ഇവിടെ ഹെൽപ്പ് ചെയ്യാനും പുള്ളീനെ ആരൊക്കെയോ ഉണ്ട്. അത് ഇപ്പോഴും ഒരു നിഗൂഢതയായിട്ട് നിൽക്കുന്നു.